ഞാനൊരു തമാശ കണ്ടായിരുന്നു. നമ്മുടെ ഗായകനായിട്ടുള്ള MG ശ്രീകുമാർ സോഷ്യൽ മീഡിയയിൽ, അതായത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് വന്നിട്ട് ഒരാൾ ചൊറിയുന്ന രീതിയിൽ ഒരു കമന്റ് ഇട്ടു. അതിന് നല്ല രീതിയിൽ MG ശ്രീകുമാറിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം കണ്ടപ്പം കുറച്ച് കാര്യവും പറയണമെന്ന് എനിക്ക് തോന്നിയത്. സംഭവം ആദ്യമേ ഞാൻ ആ പോസ്റ്റ് ഇവിടെ കാണിക്കാം. MG ശ്രീകുമാർ ഇട്ടിരിക്കുന്നത്, കോടമഞ്ഞിൻ താഴ്വരയിൽ ആ തണുപ്പിൽ ഒരു ചൂട് ചായ എന്താ ഒരു ഫീൽ എന്നുള്ള രീതിയിൽ അവരുടെ വളരെ സ്വകാര്യമായ ഒരു ഫോട്ടോ, ഒരു MG ശ്രീകുമാറും വൈഫും കൂടെ ഉള്ളൊരു ഫോട്ടോ അവരതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ടു. അവർ ചായയൊക്കെ കുടിച്ചൊരു സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു രാജീവ് എന്ന് പറയുന്നൊരു ചങ്ങാതി വന്നിട്ട് ഒരു കമൻറ്റ് അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. ചായ കുടിക്കുന്നതൊക്കെ കൊള്ളാം, മാങ്ങ തിന്നിട്ട് മാങ്ങാണ്ടി അവിടെ വഴിയിൽ കളയല്ലേ എന്നുള്ള രീതിയിലാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. വേറൊരാൾ, ഒരു സൂര്യൻ എന്ന് പറയുന്ന ആൾ, സമാനമായ രീതിയിൽ മറ്റൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. 2 മാമ്പഴം എറിഞ്ഞു കൊടുക്കണ്ണ കുട്ടവഞ്ചിയിൽ മീൻ പിടിക്കുന്നവർക്ക്. ഇത് ഞാൻ കണ്ടത് MG ശ്രീകുമാറിൻ്റെ വേറൊരു പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സിലാണ്. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് MG ശ്രീകുമാറിൻ്റെ മാമ്പഴത്തെ പറ്റിയും മാങ്ങാണ്ടിയെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആദ്യത്തെ വ്യക്തിക്ക് MG ശ്രീകുമാർ ഒരു കമൻറ്റിന് മറുപടി കൊടുത്തിട്ടുണ്ട്. കിഴങ്ങ ഞാൻ പോക്കറ്റിൽ മാങ്ങ ഇട്ടുകൊണ്ടാണോ നടക്കുന്നത് എന്നുള്ള രീതിയിലൊരു കമൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് ട്രോള് പേജുകളിലൊക്കെ നല്ല രീതിയിൽ ആ കമൻറ്റ് കിടന്നോടുന്നുണ്ട്. ഇതിനകത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. MG ശ്രീകുമാറിനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഫൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ MG ശ്രീകുമാറിൻ്റെ വീട് ഒരു കായലിൻ്റെ സൈഡിലാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരിയായിട്ടുള്ള ഒരു ചേച്ചി മാങ്ങാണ്ടി പൊതിഞ്ഞ് ഈ കായലിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കായൽ സവാരി നടത്തുന്ന ഒരാൾ അത് വിഷ്വൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തു, വൈറലാവുന്നു. ഒരു 25,000 രൂപ MG ശ്രീകുമാറിന് ഫൈൻ ഇട്ട് കൊടുത്തായിരുന്നു. സംഭവം തെറ്റാണ്. MG ശ്രീകുമാറിൻ്റെ ക്വാളിറ്റി ഞാൻ അവിടെ കണ്ടതെന്ന് വെച്ചാൽ, ഫൈൻ കിട്ടി MG ശ്രീകുമാറിന് ഒരു കുറ്റവും പറയാതെ ന്യായീകരിക്കാതെ പുള്ളിക്കാരൻ ആ പേയ്മെൻറ്റ് കൊണ്ട് അടച്ചു. ആ ജോലിക്കാരിൽ നിന്നും പണം പിടിക്കുമോ എന്ന് ഒരു മാധ്യമപ്രവർത്തനം ചോദിക്കാൻ നേരത്തെ ഇല്ല, അത് അവർക്ക് ഒരു തെറ്റ് സംഭവിച്ചതാണ് എന്നുള്ള രീതിയിൽ, അവർക്ക് അറിവില്ലായ്മയാണെന്നുള്ള രീതിയിൽ അവരുടെ കയ്യിൽ നിന്നും പണം മേടിക്കില്ല എന്നുള്ള രീതിയിൽ തെറ്റിനെ ന്യായീകരിക്കാൻ വരാത്ത ഒരാളാണ് MG ശ്രീകുമാർ. ഇതേ സമയം ഞാൻ ഒരു കാര്യം പറയാനുള്ളൂ. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സ്കൂളുണ്ട്. ഈ സ്കൂളിന് പുറകിൽ ഒരു പാലമുണ്ട്. ആ പാലത്തെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും വേസ്റ്റ് വന്നിങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വേസ്റ്റ് വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. ഇങ്ങനെ അടിഞ്ഞു കിടക്കാൻ നേരത്ത് ഇതിനൊക്കെ ആരാ ഉത്തരവാദി? ഇപ്പോൾ MG ശ്രീകുമാറിൻ്റെ 25,000 രൂപ മേടിച്ചു. ഇവിടെ ആൾക്കാരെല്ലാം മാങ്ങാണ്ടി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ്റെ പിന്നാലെ ഒന്ന് കളിയാക്കുന്നുണ്ട്. ആയതൊരു കാര്യം, അങ്ങനെ കളിയാക്കേണ്ട ഒരു കാര്യം പുള്ളിക്കാരൻ്റെ ഭാഗത്തൊന്നുമില്ല. ഒരു തെറ്റ് അതിനെ ന്യായീകരിക്കാതെ പുള്ളിക്കാരൻ, അത് കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അവർ ചെയ്തത് തെറ്റാണെന്ന് ന്യായീകരിക്കാതെ പുള്ളിക്കാരൻ 25,000 രൂപ പേയ്മെൻറ്റ് കൊടുത്ത ആളാണ്, ഫൈൻ കൊടുത്ത ആളാണ് അല്ലേ? ഫൈൻ കൊടുത്ത ആളാണ്. അതിനുശേഷം പിന്നാലെ പോയിട്ട് ഇമാതിരി കമൻ്റ് ഉണ്ടോ, വല്ല കാര്യമുണ്ടോ? ഇപ്പം നിങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് ഇപ്പം ഇത്രയും രൂപ ഫൈൻ കിട്ടുന്നുണ്ട്, പല വഴിയിൽ ഫൈൻ കിട്ടുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ ആ ഓരോ റോഡിലേക്ക് ഇറങ്ങിയിട്ട് പാലങ്ങൾ തട്ടിമുട്ടി അല്ലാതെ ഒരു മലയാളിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ പോയിട്ട് ആ കനാലിൻ്റെ അടിയിലേക്ക് റോഡിൻ്റെ സൈഡിലേക്കൊക്കെ നോക്കുക, വേസ്റ്റ് കിടക്കുന്ന കാണാം, പട്ടിയൊക്കെ വന്നിട്ട് അത് കഴിക്കുന്ന കാണാം. ഇത് കഴിച്ചിട്ടാണ് നാട്ടുകാരെ പോയി പട്ടിയെല്ലാം കടിക്കുന്നത്. ആദ്യത്തെ കാര്യം മനസ്സിലാക്കുക, നമ്മളിവിടെ ഫൈൻ കൊടുക്കുന്നുണ്ട്. MG ശ്രീകുമാറിൻ്റെ നിന്ന് ഫൈൻ മേടിച്ചൊരു ഗവൺമെൻറ് ഈ നാട്ടിലുണ്ട്. എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കനാലുകളിൽ, എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കനാലുകളിൽ വേസ്റ്റ് വന്ന് അടിഞ്ഞ് കിടക്കുകയാണ്. അത് പുറത്തുനിന്ന് നമ്മുടെ നാട്ടിൽ ഇത് ആൾക്കാർക്ക് കണ്ട് ഒക്കെ ആയി, നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ, നമ്മുടെ നാട്ടിൽ ഈ ജലാശയങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറുത്ത നിറമാണ് മുഴുവൻ വെള്ളത്തിന്, കറുത്ത നിറമാണ് വെള്ളത്തിന്. ഇതൊക്കെ ഈ നാട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് എന്താ ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? നമ്മൾ ഈ MG ശ്രീകുമാറിനെ ഇവിടെ ഇട്ട് പുള്ളിക്കാരന് വളരെ പ്രൈവറ്റായിട്ടൊരു സ്പേസിൽ വൈഫുമായിട്ടൊരു ചായ കുടിച്ചൊരു ക്യാപ്ഷൻ കൊടുക്കാൻ നേരത്ത് മാങ്ങാണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാർ പോയി കമൻറ്റ് ചെയ്യാണ്. അയാളെ കളിയാക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യമില്ല. വളരെ മാന്യമായ രീതിയിൽ പുള്ളിക്കാരൻ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്ത് നമ്മുടെ നാട്ടിൽ കുറേ മന്ത്രിമാരും ഒക്കെ പറയുന്നുള്ളൂ, ആരെയും എപ്പോൾ ഞാനവിടെ പോയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ രീതിയിൽ MG ശ്രീകുമാറിൻ്റെ ആയിരുന്നു. നമ്മുടെ നാട്ടിലൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട്. പുള്ളിക്കാരൻ ഒരു 10 വർഷം ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്തല്ലേ ഈ KM മാണിയുടെ ഈ ബാർ കേസുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ മുണ്ടൊക്കെ മടക്കി കുത്തി നിയമസഭയിൽ ഏത് കേരളത്തിൻ്റെ നിയമസഭയ്ക്കുള്ളിൽ കാണിച്ചത് ആക്രമണമല്ല, നമ്മൾ കണ്ടാണ്. ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഇത് MG ശ്രീകുമാരൻ ചെയ്യായിരുന്നു. എന്താ സംശയം? ഒരു സംശയമില്ല. പുള്ളിക്കാരൻ ഇത് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ആരെന്ത് ചോദിക്കാനാണ്? പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ചുമ്മാ ന്യായീകരിച്ചാൽ പോരായിരുന്നു നമ്മുടെ മന്ത്രിമാരൊക്കെ ചെയ്യുന്ന പോലെ. ഇല്ല, പുള്ളി കയ്യിൽ പോകലെ പൈസ എടുത്തുകൊണ്ട് അടച്ചു, വീട്ടിലെ ജോലിക്കാരിയാണ് ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ പബ്ലിക്കായിട്ട് സംസാരിച്ചു.
പബ്ലിക്കായിട്ട് സംസാരിച്ചു. പിന്നെ മിനിസ്റ്ററോട് പറഞ്ഞു ഇതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യത്തിന് താൻ വന്ന് നിൽക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നൊക്കെ വാർത്തയും കണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ പിന്നാലെ പോയിട്ടാണ് ആക്ഷേപിക്കുന്നതിനകത്ത് അത്യാവശ്യം ഉളുപ്പില്ലായ്മയല്ലേ. ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ മാന്യമായിട്ട് തെറ്റ് സംഭവിച്ചു, തെറ്റാണ്, പൈസ അടച്ച് ഫൈനും കൊടുത്തിട്ട് ഒരാൾ വേറൊരു രീതിയിലൊരു ചായ കുടിച്ചിരിക്കാൻ നേരത്തെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇമാതിരി ചോദ്യം ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ നടക്കാൻ പോകാറുണ്ട് പല സ്ഥലങ്ങളിലും. നമ്മുടെ നാട്ടിൽ വീട്ടിൽ വന്നിട്ട് വേസ്റ്റ് എടുക്കുന്നുണ്ട്, കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് പോകുന്നുണ്ട്, പൈസയും കൊടുക്കുന്നുണ്ട്, ശരി നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ മൂക്കുകൊത്ത നമുക്ക് ഇപ്പോഴും നടക്കാൻ പറ്റുന്നില്ലല്ലോ. അവിടെ ആരെന്ത് ചെയ്യുന്നു? ഇതൊരു ചോദ്യമല്ലേ. നമ്മുടെ നാട്ടിൽ കായൽ, വീട്, അതോടൊക്കെ നോക്കുക, വേസ്റ്റ് അടിഞ്ഞ് കിടക്കുന്ന കാണാം, പലതരത്തിലുള്ള വേസ്റ്റ്. ഇത് ആൾക്കാർ കൊണ്ടിടുകയല്ലേ. പക്ഷെ ഇതിന് ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും മറുപടി ഉണ്ടോ? എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ? പലപ്പോഴും ഇല്ല. പലപ്പോഴും വേസ്റ്റായിട്ടാണ് നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഉള്ള നാട്ടിൽ മാന്യമായിട്ടൊരുത്തം ജീവിക്കാൻ നേരത്ത് അതിൻ്റെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ ഇല്ലായ്മത്തരം പറയേണ്ട കാര്യമുണ്ടോ? അതായിട്ട് പേശ് വേണമെന്നവർ ഫോളോ ചെയ്യാം.